അന്വേഷിച്ച് പോയ അന്വേഷണ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലാതെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ പൂനെ ക്യാമ്പിൽ 23 എത്തിയപ്പോൾ അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അവിടെ പറയുന്നത്. അദ്ദേഹത്തിനെ പോലെ സൗമ്യ സ്വഭാവനും നല്ല ഹാർഡ് വർക്കുമായിട്ടുള്ള, ഇന്ത്യക്ക് വേണ്ടി മെഡലടിക്കാൻ സാധ്യതയുള്ള അത്രയും കഴിവുള്ള ഒരാളാണ്. സൗമ്യ സ്വഭാവനാണ് അദ്ദേഹം. പെട്ടെന്ന് ഇങ്ങനെ പോകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ അവരുടെ ഒരു അപ്സെറ്റാണ് അവിടെ എല്ലാവരും. അദ്ദേഹത്തിനെ പറ്റി ഒരു മോശപ്പെട്ട അഭിപ്രായമില്ല. അദ്ദേഹത്തിനെ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. നേരത്തെ ഒരു 10-15 ലക്ഷം ലോൺ ഉണ്ടായിരുന്നു ഒന്ന്. രണ്ടാമത്തെ അതിൽ നിന്ന് കുറച്ച് ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് വരുന്നപ്പോൾ തന്നെ വേറെ വീട്ടിൽ കുറച്ച് പണി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അത് നിലവിലില്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് മാറ്റിയെടുത്താൻ വേണ്ടി, ഒരു മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടി മാറ്റിയെടുത്താൻ വേണ്ടി ആണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എനിക്ക് അന്വേഷണത്തിലും അങ്ങനെയാണ് തോന്നിയത്. വേറെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല. ലീവിലാണ്. 5-ാം തീയതി ലീവ് തീരും. ഞങ്ങൾ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളതിനെ നേരിട്ട് ചോദിച്ചു. 5-ാം തീയതി അദ്ദേഹം പോയില്ലെങ്കിൽ പോലും അവിടെ നിന്ന് അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. ലീവ് സാങ്ഷൻ ആക്കാൻ ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ വിളിച്ചറിയിച്ചാലും മതി. അവർ ലിബറലാണ്, വേറെ പ്രശ്നമില്ല. നമ്മൾ സംസാരിച്ച് ക്ലിയർ ആക്കി. നല്ല രീതിയിൽ സഹകരിച്ചു. അവർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ചെയ്തു. നമ്മൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന് അവർ വ്യക്തമായിട്ട് നമ്മൾ നല്ല സ്വീകരണമായിരുന്നു. നമ്മൾ 3 തവണ അവിടെ പോയി. മിക്കവാറുള്ള ഇയാളുടെ കോച്ച്, അതുപോലെ സഹപ്രവർത്തകർ, മെയിൻ ഓഫീസേഴ്സിന് എല്ലാവരെയും നമ്മൾ ചോദ്യം ചെയ്തു. നല്ല രീതിയിൽ അവർ നമ്മളോട് സഹകരിച്ചു. പാലക്കാട് ഒരു സൈനികം ഉണ്ടായിരുന്നു, പേരെന്താണ്, ശ്യാം 2012 കോമൺവെൽത്തിന് വെയിറ്റ് ലിഫ്റ്റിങ്ങിന് ഗോൾഡ് മെഡലിസ്റ്റാണ് പാലക്കാടുകാരൻ. പുള്ളിക്കാരനുമായിട്ട് നമ്മളോട് നല്ല സഹകരണമായിരുന്നു. നല്ല രീതിയിൽ നമ്മളോട് എല്ലാ കാര്യത്തിനും സഹകരിച്ചു. അല്ല, അത് ഞാൻ ആ കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ഈ ബോംബെയിൽ 4 ദിവസം നിൽക്കാൻ പറ്റില്ല. അവിടെ കൂടുതൽ പൈസ ചിലവാകുന്നുള്ള ഇതിലായിരിക്കാം. അതിനുശേഷമാണ് അവിടെ നിന്ന് ഉദ്യാൻ എക്സ്പ്രസ്സിൽ നേരെ ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി. അത് നമ്മൾ CSTയിൽ ഏകദേശം സാറ് പറഞ്ഞ പോലെ അവിടെ തന്നെ CSTക്ക് പുറത്ത് തന്നെ ഒരു 10-450 ക്യാമറ നോക്കി. CSTക്ക് അകത്ത് തന്നെ, റെയിൽവേക്ക് അകത്ത് ഒരു 368 ക്യാമറയുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 150 ക്യാമറകൾ നോക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് വേറെ സാറ് പറഞ്ഞ പോലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളില്ലാത്തതുകൊണ്ടും സൈബർ സെല്ല് ഇവിടെ 2 ടീമുകൾ ഉണ്ടായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ CDR നിരന്തരം ഒരു 50ഓളം CDR നമ്മൾ പരിശോധിച്ചിരുന്നു. രാത്രി മൊത്തം ഒരു 12 മണിക്ക് നമ്മൾ CCTV നോക്കിയിട്ട് വന്നിട്ടൊരു ദിവസം 2 മണിക്കൂർ മാത്രമേ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അതുൽ കുമാറും ആണ് CDR മാക്സിമം നോക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് യാതൊരു ലിങ്കും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ CCTV നോക്കി പോകേണ്ട മാർഗ്ഗമുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ഓരോ 50 മീറ്റർ വ്യത്യാസത്തിൽ നമ്മൾ CCTV നോക്കി പോയി ആണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഇയാൾ 20-ാം തീയതി വരെ താമസിച്ച ഡോർമെറ്ററിയിലെത്തി. സ്റ്റാർ ഡോർമെറ്ററിയാണ് അത്. നരിമാൻ സ്ട്രീറ്റിലെ സ്റ്റാർ ഡോർമെറ്ററിയിൽ. അപ്പോൾ 20-ാം തീയതി വെക്കേറ്റ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വളരെ ഡെസ്പായി. പിന്നെ തിരിച്ച് അദ്ദേഹം നടന്ന വഴി നമ്മൾ കണ്ടുപിടിച്ചു. ആ വഴിയെ പോയി അദ്ദേഹം തിരിച്ച് നമ്മൾ ആ CST തന്നെ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഏത് ട്രെയിനാണ് ബുക്ക് ചെയ്യുന്നത് നോക്കി റെയിൽവേ റിസർവേഷൻ ചാർട്ട് എടുത്തു. ആ ചാർട്ട് പ്രകാരം അയാൾ ബാംഗ്ലൂരിലേക്ക് വന്നെന്ന് മനസ്സിലാക്കി. നമ്മൾ പിന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. 28-ാം തീയതി ബാംഗ്ലൂരിലേക്ക് വന്നു. അവിടെ നിന്ന് 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു വണ്ടി നമ്മുടെ ബാഗെടുത്ത സ്ഥലത്തിൻ്റെ പേരുണ്ട്, മൈസൂരേക്ക് പോകുന്ന ഒരു ലോക്കൽ ട്രെയിനുണ്ട്. മൈസൂർ ഭാഗത്ത് നമ്മൾ വലിയ അന്വേഷണം നടത്തിയില്ല, ഒരു ദിവസത്തെ അന്വേഷണം നടത്തിയുള്ളൂ. അതിനുശേഷം തിരിച്ച് ബാംഗ്ലൂർ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം CCTV നോക്കിയിരുന്ന സമയത്താണ് സാറ് വിളിക്കുന്നത്. ഇങ്ങനെ ഞാൻ തലേ ദിവസം സ്ക്വാഡിൽ ഒരു പോലീസുകാരനെ ഇവിടെ നോക്കാൻ വേണ്ടി സാറിനെ ഏൽപ്പറയത് സാറ് വിട്ടിരുന്നു. ഏത് ടൈമിലും ബാങ്ക് തുറക്കുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് അതൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരു ലോഡ്ജിനകത്തൊരു SBI ATMിലായിരുന്നു. നമ്മൾ 300 മീറ്റർ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എത്തുന്നതിനിടയ്ക്ക് പുള്ളിക്കാരൻ മാറി. നമുക്ക് വളരെയധികം കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ഗല്ലി ഏരിയയാണ്. ഒരു 500 മീറ്ററിൽ തന്നെ ഒരുപാട് ലോഡ്ജും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ലോഡ്ജ് അവിടെ എടുത്തിട്ടില്ലായിരുന്നു. അവിടെ ഇറങ്ങി സിനിമയെ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി വൈകുന്നേരം ആയപ്പോൾ നല്ല റഷിൻ്റെ ഇടയിൽ തന്നെയാണ് പുള്ളിക്കാരനെ കിട്ടിയത്. വളരെ സന്തോഷമുണ്ട് കണ്ടപ്പോൾ. ന്യൂ ഇയർ ആയിട്ടൊരു നമ്മൾ 10 ദിവസമായി പോയിട്ട്, അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ടാണ് റെയിൽവേ നിന്ന് ഇറങ്ങിയത്. ഇതുവരെ കണ്ടു കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി. പുള്ളിയെ ആകെ ഡെസ്പായി. ഞാൻ വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ ഡെസ്പായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, വിഷ്ണു പോവല്ലേ ഇങ്ങോട്ട് കയ്യിൽ പിടിച്ചിട്ട് എല്ലാവരും കരയാണ്, ഞങ്ങൾ 10 ദിവസമായിട്ട് ആരും വെള്ളമില്ല നടക്കുകയാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് പൈസയുടെ വിഷയമാണ് ഞാൻ ഇറങ്ങിയത്, ഞാൻ സാറിൻ്റെ വരാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മൾ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി കുറേ നേരം സംസാരിച്ചു. ആഹാരം കൊടുത്ത് കുളിച്ച് ഫ്രഷായി. പിന്നെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇന്നലെ ഒരു 9 മണി ആയി. 9 മണിക്ക് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു വിഷ്ണു? അല്ല, അവിടെ ബാംഗ്ലൂർ വന്നതാണ്. അവിടെ ഒന്ന് വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലേ, വേറെ കൂട്ടുകാരോ സുഹൃത്തുക്കളാരും ഇല്ല.
മൊത്തം കറങ്ങി നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ അതിലും നിങ്ങളുടെ അന്വേഷണം നടക്കുന്നു അറിഞ്ഞായിരുന്നത്? അറിയില്ലായിരുന്നു. കാരണം ഫോൺ ഉപയോഗിക്കുന്നില്ലല്ലോ. അറിയുന്നില്ലായിരുന്നു, മറ്റു മാധ്യമം ഒന്നും അറിയുന്നില്ല. ഇല്ലല്ല, അവിടെ മാധ്യമങ്ങൾ വളരെ ഇതല്ല. അന്ന് അവർക്ക് ഒരു മിസ്സിംഗ് ആയ ഒരു നോർമൽ കേസ് പോലെയുള്ളൂ. നമ്മൾ കേരളം പോലെ അത്രയ്ക്ക് ഒരു സാധാരണത്തിൽ എടുക്കുന്ന സ്ഥലമല്ല.